നമസ്കാരം. തലസ്ഥാന നഗരിയിലെ ഭരണകക്ഷിയുടെ ജനകീയ മുന്നേറ്റങ്ങളെയും നഗരസഭാ അധ്യക്ഷൻ വി രാജേഷിന്റെ ജനസമ്മതിയെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയ എതിരാളികളും പോലീസും ചേർന്ന് നടത്തിയ നാടകീയ നീക്കങ്ങളാണോ ജനപ്രതിനിധിയുടെ അറസ്റ്റിലേക്ക് നയിച്ചെന്ന ചോദ്യം ശക്തമാകുന്നു. കടുത്ത ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം വാഴ്വട്ടുകുണം വാർഡ് പ്രതിനിധി ആർ സുഗതനെ പോലീസ് നാടകീയമായി വെടിയുതിർത്ത് പിടികൂടിയതിന് പിന്നിൽ രാഷ്ട്രീയ അട്ടിമറിയുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സമ്പാദിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നതിനിടയിലാണ് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ദ്രുതഗതിയിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നഗരസഭയുടെ ഔദ്യോഗിക യോഗങ്ങളിൽ തുടർച്ചയായി 3 തവണ പങ്കെടുക്കാതിരുന്നാൽ സുഗതന്റെ ജനപ്രതിനിധി സ്ഥാനം നഷ്ടപ്പെടാനുള്ള കടുത്ത അയോഗ്യതാ ഭീഷണിയാണ് നിലവിലുള്ളത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി വരുന്ന ഏത് വെല്ലുവിളിയെയും തങ്ങൾ ഒന്നിച്ച് നേരിടുമെന്ന് നഗരസഭാ അധ്യക്ഷൻ വി രാജേഷ് വ്യക്തമാക്കിയെങ്കിലും അണിയറയിൽ ഭരണമാറ്റത്തിനുള്ള കുതന്ത്രങ്ങൾ ഒരുങ്ങുകയാണ്. ആകെ 101 അംഗങ്ങളുള്ള വലിയ ഭരണസമിതിയിൽ ഒരു സ്വതന്ത്ര അംഗത്തിന്റെ മാത്രം പിൻബലത്തിലാണ് BJP ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അംഗത്തിന്റെ കുറവ് പ്രതിപക്ഷത്തിന് ഭരണം പിടിച്ചെടുക്കാനുള്ള സുവർണ അവസരമായി മാറും. പ്രതിയെ പിടികൂടാൻ പോലീസിന് സമീപകാലത്തൊന്നും നഗരത്തിൽ വെടിയുതിർക്കേണ്ടി വന്നിട്ടില്ല എന്നത് ഈ നീക്കത്തിന് പിന്നിലെ അസാധാരണത്വത്തെ വ്യക്തമാക്കുന്നു. സുഗതനെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ തടസ്സം സൃഷ്ടിച്ചതിനാലാണ് വെടിവെക്കേണ്ടി വന്നത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ ഹൈക്കോടതിയുടെ സംരക്ഷണ ഉത്തരവ് വരുന്നതിന് മുൻപ് എങ്ങനെയും സുഗതനെ ജയിലിലടച്ച് നഗരസഭയിലെ 3ാമത്തെ യോഗവും നഷ്ടപ്പെടുത്തുക എന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ടെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. 3 യോഗങ്ങൾ നഷ്ടമായാൽ ഭൂരിപക്ഷം താനേ ഇല്ലാതാകും എന്നതാണ് ഇതിന്റെ പിന്നിലെ തന്ത്രം. കേരള മുനിസിപ്പൽ നിയമത്തിലെ 91K വകുപ്പ് അനുസരിച്ച് തുടർച്ചയായി 3 മാസം അല്ലെങ്കിൽ 3 ഔദ്യോഗിക യോഗങ്ങളിൽ നിന്നും ഒരു അംഗം അനുമതിയില്ലാതെ മാറി നിന്നാൽ 4ാമത്തെ യോഗത്തോടെ അയോഗ്യനാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. വധശ്രമ കേസിൽ പ്രതിയായതിന് പിന്നാലെ നഗരസഭയിൽ നടന്ന 2 പ്രധാന യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. ഈ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നതിന് അദ്ദേഹം മുൻകൂട്ടി യാതൊരുവിധ അവധിയപേക്ഷയും നൽകിയിരുന്നില്ലെന്നാണ് നഗരസഭാ കാര്യാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിശ്വസനീയമായ പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ മാസത്തെ ഔദ്യോഗിക യോഗങ്ങൾ ഇതുവരെ ഭരണസമിതി ചേർന്നിട്ടില്ലെങ്കിലും അടുത്ത ആഴ്ചയോടെ പുതിയ യോഗം ചേരുമെന്നാണ് ഭരണതലപ്പത്ത് നിന്നുള്ള സൂചനകൾ. നിലവിൽ ജയിലിൽ കഴിയുന്നതിനാൽ വരാനിരിക്കുന്ന ഈ യോഗത്തിലും സുഗതന് നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ജയിലിൽ കിടന്നുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് അവധിയപേക്ഷ നൽകുന്നതിന് മുൻപ് പുറത്തു വന്നിട്ടുള്ള പല ഉന്നത നീതിന്യായ കോടതി വിധികൾ തന്നെ വലിയ തടസ്സമായി നിലനിൽക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ തൃക്കാക്കര നഗരസഭയിൽ ഇത്തരത്തിൽ ജനപ്രതിനിധികളെ അയോഗ്യരാക്കിയിട്ടുള്ള ചരിത്രമുണ്ട്. അതേസമയം സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് കടുത്ത രാഷ്ട്രീയ സമരങ്ങളിലേക്ക് കടക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നഗരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന സമീപനമാണ് ഭരണകക്ഷിക്കുള്ളതെന്നും അധ്യക്ഷനും മറ്റ് അംഗങ്ങളും ചേർന്ന് പ്രതിയെ സംരക്ഷിക്കുകയാണെന്നും ഇടതുപക്ഷ ജില്ലാ നേതൃത്വം ആരോപിച്ചു. സുഗതൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ, അതായത് ജൂൺ 15-ന് നഗരസഭാ മന്ദിരത്തിലേക്ക് കൂറ്റൻ ജനകീയ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടിലെ ജനങ്ങളെ ഭീതിയിലാക്കുന്ന സമീപനമാണ് ഭരണപക്ഷത്തിൻ്റെതെന്ന് അവർ കുറ്റപ്പെടുത്തി. സുഗതൻ അയോഗ്യത വന്നാൽ ഭരണപക്ഷത്തിന് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നിരിക്കെ നഗരഭരണം അട്ടിമറിക്കാനുള്ള എല്ലാ നിയമപരമായ മാർഗങ്ങളും തേടാനായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും വരും ദിവസങ്ങളിൽ ശ്രമിക്കുക. നഗരസഭയിലെ ഈ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഭരണകക്ഷിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇത്തരം അയോഗ്യതാ ഭീഷണികളിലോ ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന വാർത്തകളിലോ തങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ വി രാജേഷ് പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ എല്ലാ നീക്കങ്ങളെയും കൃത്യമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.